ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ. അപ്പം നിങ്ങളുടെ മുന്നിൽ ഷാർജ ടീച്ചേഴ്സ്, ദുബായ് ടീച്ചേഴ്സ് നിങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ഫിസിക്സ് ടീച്ചർ ഉണ്ട് ഹാജിറ, അവരെയാണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ നീട്ടി വലിച്ചൊന്നും കൊണ്ടുപോകുന്നില്ല, കുറച്ച് കാര്യങ്ങൾ ഷോർട്ടായിട്ട് ഹാജിറയെ കുറിച്ച് പറയാം. എനിക്കും ഹാജിറയെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. നമ്മുടെ മാസ്റ്ററിങ് IG A ലെവലിൻ്റെ ഫിസിക്സ് ട്രെയിനിങ്ങിലായിരുന്നു ഹാജിറ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം ആൾക്ക് ജോബ് കിട്ടിയതിൻ്റെ ശേഷം ഇപ്പം നിങ്ങൾ ഗ്രൂപ്പിൽ കാണുന്നുണ്ടാവും ദുബൈയിൽ വേക്കൻസീസ് ഒക്കെ, അത് ഹാജിറയ്ക്ക് എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം പറയാതെ വയ്യ. അതുപോലെ തന്നെ ഇവരൊക്കെ കുറേ വീഡിയോ ചെയ്ത് പബ്ലിക് സ്പീക്കിംഗ് ഒന്നും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് അല്ല. പക്ഷേ അവരൊക്കെ കരിയർ ജേണി ആയിട്ട് മെജൂസ് പാർക്കിൽ വരുന്നത് എന്താണെന്നറിയോ? എൻ്റെ അടുത്ത് ഹാജിറ പറഞ്ഞൊരു കാര്യമുണ്ട്, മിസ്സേ നമ്മൾ പോയ വഴികൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. വേറെ എത്രയോ ടീച്ചേഴ്സ് ജോബ് കിട്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതൊരു മോട്ടിവേഷൻ ആവട്ടെ, അവർക്ക് അതിൽ നിന്ന് ഒരു ഐഡിയ കിട്ടട്ടെ, അത് മാത്രമാണ് ഹാജിറയുടെ ഒക്കെ പേർപ്പസ്. അല്ലെങ്കിൽ വരില്ല സ്ക്രീനിൽ, അങ്ങനെ പബ്ലിക്കിൽ വന്ന് ഇങ്ങനെ സ്ക്രീനിലൊന്നും വീഡിയോ ചെയ്യുന്നവരല്ല ഈ ടീച്ചേഴ്സ് ആരും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഇന്ന് ഹാജിറിൻ്റെ അടുത്ത് സ്പെഷ്യൽ ഒരു അപ്രീഷിയേഷൻ തരികയാണ്. ഒരു ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിലൊക്കെ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് പണി ഉണ്ടാകും, നല്ല വർക്ക് ലോഡും കാര്യമൊക്കെ ഉണ്ടാകും. അതിൻ്റെ ഇടയിലും വന്നിട്ട് നമുക്ക് എന്താ പറയുക, കരിയർ ജേണിയുടെ വീഡിയോ ചെയ്യാനാണ് ഹാജിറ വന്നിരിക്കുന്നത്. വലിച്ച് ഞാൻ നീട്ടുന്നില്ല, നേരെ ഹാജിറിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കാം. ഹാജിറ. ഹായ് മാം, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അപ്പോ നമുക്കറിയേണ്ട എന്താന്ന് വെച്ചാൽ ഒന്നുമില്ല, ഹാജിർ ഇപ്പൊ നമ്മളെ പോലെ കേരള മണ്ണിന്ന് കയറി വന്നതാണ് ദുബൈയിലേക്ക് അല്ലെ. അതെ. നമ്മളിവിടെ സൗദിയിലാണ്, ഹാജിർ അവിടെയാണ്. അപ്പോൾ ഷാർജയിൽ നമ്മൾ ടീച്ചർമാർക്ക് കുറേ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഹാജിർ ആദ്യം CBSE സ്കൂളിലല്ലായിരുന്നോ? യെസ് മാം. അപ്പൊ ആ ഒരു വൺ ഇയർ ആയി CBSE സ്കൂളിൽ വർക്ക് അപ്പൊ ആ ചെയ്യുന്നു. കരിയർ ജേണി ഒന്ന് ടോട്ടൽ ഒന്ന് പറഞ്ഞോട്ടെ, എന്താണ് ഹാജിറയുടെ കരിയർ ജേണി? ശരി, ഓക്കെ. എന്തായിരുന്നു കരിയർ ജേണി? ഞാനിവിടെ ഒരു 1 ഇയർ ആയിട്ട് 2024 ജാനുവരിയിലാണ് ഇവിടെ എത്തിയത്. UAE എത്തി. അത് കഴിഞ്ഞ് കുറേ CV കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരുപാട് സ്കൂളിലൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു 5-6 ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു CBSE സ്കൂളിൽ കിട്ടിയത്. ഇപ്പോ അൽഹംദുലില്ലാ ഒരു വർഷം അവിടെ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ ഇടയിൽ തന്നെ ഇങ്ങനെ ഒരുപാട് CV വീണ്ടും എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ വേറെ സ്കൂളിൽ CBSE തന്നെ മെയിൻ ആയിട്ട് CBSE സ്കൂളുകളിൽ തന്നെ വീണ്ടും കൊടുത്തിരുന്നത്. അതിന്റെ ഇടയിൽ ഇങ്ങനെ നമ്മൾ യൂട്യൂബിലും ഒക്കെ ആയിട്ട് ഓരോ വീഡിയോസ് ഒക്കെ കാണുമല്ലോ, അപ്പൊ അതുവഴി ഇങ്ങനെ CV എഡിറ്റ് ചെയ്യാനും ഒക്കെ ട്രൈ ചെയ്യുന്നതിന്റെ ഇടയിലാണ് മുനീറ മാമിന്റെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് കാണാനിടയായത്. അപ്പൊ അങ്ങനെ അത് ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ ഇങ്ങനെ വാച്ച് ചെയ്തു. പിന്നെ അതിൽ മാമിന്റെ ഗ്രൂപ്പ് പോയിട്ട് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ജോയിൻ ചെയ്തിട്ട് അപ്പോഴാണ് ബ്രിട്ടീഷ് അമേരിക്ക ഇന്റർനാഷണൽ സിലബസ് അതിനെക്കുറിച്ച് അറിയണത് തന്നെ അപ്പോഴാണ്. അറിയാം അങ്ങനെ സ്കൂളുകളൊക്കെ ഉണ്ടെന്ന് പറയാം, പക്ഷെ നമുക്ക് മലയാളികൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ സ്കൂളിൽ കിട്ടുമോ എന്താ അങ്ങനെ അതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ അതില് മാമിന്റെ 1-2 കോഴ്സുകൾ ഉണ്ടായിരുന്നു. ഒരു ഹൗ ടു ബിക്കം ഇന്റർനാഷണൽ ട്രെയിനിങ് ടീച്ചർ, പിന്നെ IGCSE A ലെവല്. ഈ ഞാൻ ആദ്യം IGCSEയിൽ ജോയിൻ ചെയ്യാന്നുള്ളതിൽ ഒരു മെയ് 23-നാന്ന് തോന്നുന്നു, 2024 മാമിനായിട്ട് കോൺടാക്ട് ചെയ്തു. 25 മെയ് 23 മാമിനായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അങ്ങനെ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ IGCSE മാത്രം എടുക്കാന്ന് ആദ്യം വിചാരിച്ചത്. അപ്പൊ അങ്ങനെ IGCSE A ലെവലും കൂടി ഉണ്ടാവുമ്പോൾ ഒന്നും കൂടെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തു. അപ്പൊ അതില് സുബിൻ മാം ആയിരുന്നു ഞങ്ങൾ ഒരു ടീച്ചറായിട്ട് ഉണ്ടായിരുന്നത്. നല്ല ക്ലാസ്സുകളായിരുന്നു. ആ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തു. അതുവഴി നമുക്ക് ഈ ഒരു എന്താണ് ഈ ഇന്റർനാഷണൽ ആയിട്ടുള്ള ആ ഒരു സ്കൂളുകളെ കുറിച്ചിട്ടും അതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു കോഴ്സിലൂടെയാണ് അറിയാൻ പറ്റിയത്. പിന്നെ അത് കഴിഞ്ഞ ഒരു ജൂൺ ജൂലൈയിലാണ് കോഴ്സ് കഴിഞ്ഞത് തോന്നുന്നു. അപ്പൊ അതിനുശേഷമാണ് പിന്നെ ഞാൻ വീണ്ടും അതിൽ മാം പറഞ്ഞ കാര്യങ്ങളൊക്കെ അതൊക്കെ വെച്ചിട്ട് CV വീണ്ടും എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും ഓൺലൈനായിട്ട് ഇങ്ങനെ നമ്മൾ സമ്മർ വെക്കേഷൻ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ആ ഒരു ടൈമിലാണ് ഓൺലൈനായിട്ട് CVs വീണ്ടും വീണ്ടും അയച്ചു തുടങ്ങിയത്. പക്ഷെ എന്നിട്ടൊന്നും തീരെ റിപ്ലൈ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇതുപോലെ ഞങ്ങള് ഫ്രൈഡേയിൽ മാം മീറ്റിംഗ് വെക്കാറുണ്ട് മെമ്പേഴ്സിന്. അപ്പൊ ആ മീറ്റിംഗിൽ കയറിയിട്ട് ഇങ്ങനെ എല്ലാവരും ആർക്കും അധികം ആദ്യത്തിലൊന്നും ആർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മാമിനോട് ഇങ്ങനെ പറഞ്ഞ് ഒന്നും ശരിയാവണില്ല, ഇതൊന്നും കിട്ടണില്ല എന്നിങ്ങനെ ഇന്റർവ്യൂ കോളൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് മാം നമ്മളെ മെയിൽ ID ചേഞ്ച് ചെയ്തിട്ട് ഫസ്റ്റ് മെയിൽ ID ആദ്യം ഉണ്ടായിരുന്ന മെയിൽ ID മാറ്റിയിട്ട് പുതിയൊരു മെയിൽ ID വെച്ചിട്ട് CV യിൽ പുതിയൊരു മെയിൽ ID ആഡ് ചെയ്തിട്ട് അത് വെച്ചിട്ട് മെയിലുകൾ അയക്കാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ അയച്ചു തുടങ്ങി. എന്നിട്ട് റിപ്ലൈ കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ എന്നാലും ട്രൈ ചെയ്തോണ്ടിരുന്നു. പിന്നെ
സ്കൂളിലോ നേരിട്ട് പോയി കൊടുക്കുക അങ്ങനെ ചെയ്ത് ഒരു സ്കൂൾ ഓപ്പൺ ആവണതിന്റെ ഒക്കെ ഒരാഴ്ച മുന്നായിട്ടാണ്. സമ്മർ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളുകൾ ഓപ്പൺ ആവണതിന്റെ ഒരാഴ്ച മുന്നേ നേരിട്ട് പോയിട്ട് ഒരു 10-20 മുകളിൽ സ്കൂളുകളിൽ നേരിട്ട് പോയി CV ഒക്കെ കൊടുത്ത്. അപ്പൊ അവിടുന്ന് ആ കൊടുത്ത ദിവസം തന്നെ വൈകിട്ട് ആകുമ്പോഴത്തേനും ഒരു ബ്രിട്ടീഷ് സ്കൂളിൽ നിന്ന് കോൾ വന്നു. അപ്പൊ അന്ന് ഈ പറഞ്ഞ പോലെ നേരിട്ട് പോയി കൊടുത്തത് ഫുള്ള് ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിലായിരുന്നു. CBSE സ്കൂളുകളിലൊന്നും അന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഒരു ബ്രിട്ടീഷ് സ്കൂളിൽ നിന്ന് കോൾ വന്ന് പിറ്റേ ദിവസം അവർ ഇന്റർവ്യൂവിന് ചെല്ലാനും പറഞ്ഞു. അന്ന് ഇന്റർവ്യൂവിന് പോയി, പക്ഷെ എന്തോ അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയില്ല. പിന്നെ സ്കൂള് സ്റ്റാർട്ട് ചെയ്തു, വീണ്ടും സമ്മർ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ വീണ്ടും ഓപ്പൺ ചെയ്തു. അപ്പൊ അതിന്റെ ഇടയിലാണ് പിന്നെ ഒരു അമേരിക്കൻ സ്കൂളിന്റെ ഇതുപോലെ ഒരു ഗ്രൂപ്പിലായിട്ട് വന്നിട്ട് അങ്ങനെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത്. അപ്പോൾ അവര് ഇതുപോലെ പിറ്റേ ദിവസം തന്നെ ഇന്റർവ്യൂവിന് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ അവിടെ പോയി. പിന്നെ അവർ മെയിൻ ആയിട്ട് നമ്മൾ CV-യിൽ IGCSE A ലെവൽ എന്നുള്ള ആ ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, അപ്പൊ അത് അവർ ഒന്നുകൂടെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അതെന്താണ് അതിന്റെ കാര്യങ്ങൾ അത് അവർ ചോദിച്ചിരുന്നു. എനിക്ക് തോന്നുന്നത് ചിലപ്പോ ആ ഒരു കോഴ്സ് എന്റെ ഒരു പേര് കണ്ടിട്ടാണ് എന്താണെന്നറിയില്ല അവര് വിളിച്ചത്. എന്തായാലും അൽഹംദുലില്ലാ വീണ്ടും ഒരു അമേരിക്കൻ സ്കൂളിൽ നിന്ന് ഒരു കോൾ വന്ന്. അപ്പൊ അവിടെ പോയി അവര് അങ്ങനെ ജസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ സ്കൂളുകളിലൊന്നും എക്സ്പീരിയൻസ് ഇല്ലല്ലോ, CBSE സ്കൂളിലുള്ള എക്സ്പീരിയൻസ് ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തെങ്കിലും വേക്കൻസി വരികയാണെങ്കിൽ വിളിക്കാം നോക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ അവർ ഹോൾഡ് ചെയ്തു. എന്നിട്ട് പിന്നെ ഒരു 1 മന്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും സെയിം സ്കൂളിൽ നിന്ന് തന്നെ കോൾ വന്ന്. അപ്പൊ അവര് വീണ്ടും ഇന്റർവ്യൂ ഡെമോ കാര്യങ്ങളൊക്കെ ചെയ്തു. എല്ലാ കാര്യങ്ങളും സാലറി കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് സംസാരിച്ച് ഒരു 1 വീക്കിനുള്ളിൽ ജോയിൻ ചെയ്യാൻ പറ്റുകയാണെച്ചെങ്കിൽ ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ അൽഹംദുലില്ലാ ഇപ്പൊ സെപ്റ്റംബർ 29-ന് ജോയിൻ ചെയ്തു ഒരു അമേരിക്കൻ സ്കൂളിൽ. ഷാർജയിലാണ് അമേരിക്കൻ സ്കൂളിൽ ജോയിൻ ചെയ്തു. ഇപ്പൊ അൽഹംദുലില്ലാ ഒരു 1 മന്ത് ആവാനായി ജോയിൻ ചെയ്തിട്ട്. ഹാപ്പിയാണ്. അപ്പൊ ഒരു കുറച്ച് കാര്യങ്ങൾ ഹാപ്പിയാണ്. ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. കാരണം നമ്മളിവിടെ ഓക്കെ. സൗദിയിലാണ്, നിങ്ങൾ ഷാർജയിലുള്ള ഇപ്പൊ ഫസ്റ്റത്തെ എന്താ കരിയർ ജേണി പിന്നെ ഹാജിറയുടേതാണ്. സോ കുറെ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അത് എനിക്കറിയാം ഹാജിറ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ യെസ്. B.Ed അവിടെ കമ്പൽസറി ആണല്ലോ അപ്പൊ CBSE സ്കൂളിലൊക്കെ. പക്ഷെ ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിൽ B.Ed നിർബന്ധമില്ല എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? ഇപ്പൊ ജോയിൻ ചെയ്തിട്ടല്ലേ ഉള്ളൂ, അറിയോ? CBSE സ്കൂളിൽ B.Ed കമ്പൽസറി ആണ്. ഡിഗ്രി പ്ലസ് B.Ed ആണ് അവര് ആ നമ്മളോട് ചോദിക്കുന്നത്. ആ പക്ഷെ അമേരിക്കൻ ബ്രിട്ടീഷ് ഒക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നത് B.Ed അത്ര കമ്പൽസറി അല്ല, ഡിഗ്രി നിർബന്ധമാണ്. ഡിഗ്രി ഡിഗ്രി റെഗുലർ ഡിഗ്രി ആവണം, അത് കമ്പൽസറി ആണ്. ഡിസ്റ്റൻസ് ആക്സെപ്റ്റഡ് ആണ്. ഡിഗ്രി ഡിസ്റ്റൻസ് അക്സെപ്റ്റഡ് അല്ല എന്നാണ് എൻ്റെ ഒരു ആ ഓക്കെ, ഇത്. റെഗുലർ തന്നെ ആവണം, അതാണ് റെഗുലർ better. ഡിഗ്രി ആണ്. B.Ed ഇപ്പൊ നമ്മള് ICT അങ്ങനെയുള്ള കോഴ്സ് പോസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവര് ഒക്കെ വരുന്നുണ്ട്. B.Ed നിർബന്ധമില്ല. ഉം. പക്ഷേ ഡിഗ്രി കമ്പൽസറി ആയിട്ട് റെഗുലർ ആയിട്ടുള്ള ഡിഗ്രി തന്നെയാണ് റെഗുലർ അവര് ഡിഗ്രിയാണ് നോക്കുന്നത്. ഉണ്ടാക്കുന്നത്. പിന്നെ പിന്നെ ഒരു അതുപോലെ നമ്മളെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണം. അതിൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ വേണ്ട? 10+2 ഡിഗ്രി എന്ന് പറഞ്ഞു, അങ്ങനെ തന്നെയാണോ? ഞാൻ ചെയ്തത് ഡിഗ്രിയാണ്. ഡിഗ്രിയും B.Ed ഉള്ളവരാണെങ്കിൽ B.Ed ചെയ്യും. ഡിഗ്രി മെയിൻ ആയിട്ട് അവര് ചോദിക്കുന്നത്. ഡിഗ്രിയാണ് മെയിൻലി ചോദിക്കുന്നത് അല്ലേ? ഡിഗ്രി ചെയ്ത് പിന്നെ ഇക്വിവാലൻസി അറ്റസ്റ്റേഷൻ. എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ അവിടെ ദുബായില്. അത് നിങ്ങൾ ഇക്വലൻസി ഉണ്ട്. എങ്ങനെയാണ് ചെയ്യുന്നത്? അവിടെ തന്നെ ചെയ്യിപ്പിക്കുകയാണോ ഷാർജന്ന്? അത് ജെന്യൂനിറ്റി ആണ് ഫസ്റ്റ് ചെയ്യുക. ജെന്യൂനിറ്റി ആൻഡ് ഇക്വലൻസി ആണ്. ഓക്കെ, അപ്പൊ അതെങ്ങനെ അതില് ഫ്രണ്ട്സ്? ജെന്യൂനിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ പഠിച്ച കോളേജ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, അപ്പൊ അതില് നമ്മുടെ സർട്ടിഫിക്കറ്റ് അവര് ഇവിടുന്ന് UAE-യിൽ നിന്ന് എംബസി വഴിയാണ് ഇത് ചെയ്യുന്നത്. ഒരു MOA എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്, അതുവഴി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഓക്കെ, അതില് ജെന്യൂനിറ്റി ചെയ്ത് ഒരു 1 മന്ത് ഒക്കെ ജെന്യൂനിറ്റിക്ക് ടൈം എടുക്കും. ഓക്കെ, അപ്പൊ അത് ജെന്യൂനിറ്റി കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ് ഇക്വിവാലൻസിക്ക് കൊടുക്കുക. ഇക്വലൻസി ഒരു 10 മിനിറ്റ്സിന്റെ ഒരു പ്രോസസ് ഉള്ളൂ. ഇപ്പൊ ആ. ജെന്യൂനിറ്റി കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് ഇക്വലൻസി ചെയ്യാൻ പറ്റും. അത് അതിപ്പോ നിങ്ങളുടെ കമ്പൽസറി ആയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിക്ക് ലെറ്റർ ഇപ്പൊ കമ്പൽസറി ആയിട്ട് വരുന്നുണ്ട്. എന്തുവാ? യൂണിവേഴ്സിറ്റിയിലേക്ക് ലെറ്റർ വിടുന്നതാണത്? നമ്മുടെ പഠിച്ച യൂണിവേഴ്സിറ്റി, നമ്മുടെ കോളേജ് ഉണ്ട് നാട്ടിലുള്ള യൂണിവേഴ്സിറ്റിയിലുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അവരാണ് ആ ഒരു ഇക്വലൻസി ജെന്യൂനിറ്റിയുടെ പേപ്പർ ശരിയാക്കുന്നത്. അത് 1 മന്ത് കൊണ്ട് അതിന് 1 മന്ത് പിടിക്കും, പക്ഷേ ഇക്വിവാലൻസി വിതിൻ 10 മിനിറ്റ്സ് ഒക്കെ കഴിയുന്നവർക്ക് കഴിയും. ജെന്യൂനിറ്റി ആണ് 1 മന്ത് വരുന്നത്. ഇക്വലൻസി വിത്തിൻ 10 മിനിറ്റ്സ് നമുക്കത് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ഡൗട്ട് ഹാജിറ, ഇതിപ്പോ ചെയ്യേണ്ട ടീച്ചേഴ്സ് നേരെ ഒരു വെബ്സൈറ്റിലൂടെ, ഹാജിറിന്റെ അടുത്ത് എനിക്ക് ആ ലിങ്ക് വേണം, ഞാൻ താഴെ കൊടുക്കാനാണ്, പിന്നെ തന്നാൽ മതി. ഓക്കെ. പിന്നെ അത് അവര് നേരിട്ട് ഇതുപോലെ ഏജൻസിയെയോ ട്രാവൽസിനെ അപ്രോച്ച് ചെയ്യാണോ? അത് ദുബൈയിൽ നിന്നുകൊണ്ട് തന്നെ അല്ല നിങ്ങൾ ചെയ്യുക?
അത് ട്രാവൽസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില ടീച്ചേഴ്സ് നമുക്ക് അങ്ങനെ ചെയ്ത് തരും. കുറച്ച് ആ ഒന്ന് രണ്ട് ആൾക്കാരെ ഞാൻ അങ്ങനെ ഒരു ടീച്ചർ, ഒരു അബുദാബിയിലുള്ള ഒരു ടീച്ചർ ഉണ്ട്. ആള് കയ്യിൽ നിന്നാണ് ആ ഇപ്പൊ ഞാൻ ചെയ്യുന്നത്. എന്റേത് പ്രോസസ്സിംഗ് ആണ്, അണ്ടർ പ്രോസസ്സിംഗ് ആണ്. ഒരു 1 വീക്കിന്റെ ഉള്ളിൽ കിട്ടും ഇൻഷാല്ലാ. അതിന് എന്ത് കോസ്റ്റ് വരും? ടോട്ടൽ ജെന്യൂറ്റി കോസ്റ്റ് ഇപ്പൊ കൂടിയിരിക്കാണ്. ഒരു 1 മന്ത് ഓഗസ്റ്റ് ഒക്കെ ആയിരുന്ന സമയത്ത് അറൌണ്ട് ഒരു 400 ദിർഹംസ് ഒക്കെയാണ് ആയിരുന്നത്. 400 ദിർഹംസ്. ദിർഹംസ്. ഇപ്പൊ ഇത് കൂടി. ഇപ്പൊ ഇക്വലൻസി ജെന്യൂനിറ്റിയും രണ്ടും കൂടിയിട്ട് ഒരു 850 ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഒരു പക്ഷെ അത് 1000 ദിർഹം അതിന് ചില വേണ്ടി ട്രാവൽസുകാർ നമുക്ക് അതൊന്നും കൂടി കൂടുതൽ എങ്ങനെ ആസ് പെർ അവർ അനുസരിച്ചിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ടീച്ചറിന്റെ അടുത്ത് ഇങ്ങനെ ആവുമ്പോൾ കുറച്ച് ക്യാഷ് കുറയും, നമുക്ക് നല്ലതായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അത് അപ്പൊ നമ്മൾ ഇങ്ങനെയാണെങ്കിൽ സൈറ്റിൽ കുറച്ച് എമൗണ്ട്, ഒരു 650 അറൌണ്ട് അത്ര എമൗണ്ട് നമ്മൾ ഓൺലൈനായിട്ട് അടക്കേണ്ടതുണ്ട്. പിന്നെ അവരുടെ ചാർജും പ്ലസ്. അവരുടെ സർവീസ് ചാർജ് അവർ ആ വാങ്ങുന്നു അല്ലെ, ചെയ്തു തരുമ്പോ. പക്ഷെ എനിക്ക് പിന്നെ തോന്നുന്നത് ഇപ്പൊ ഞാൻ ചെയ്തത് കുറച്ച് കുറവായിട്ടാണ്. ചിലര് 1500 ഒക്കെ വെച്ചിട്ട് ചെയ്തവരുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് ആ ടീച്ചർ എടുത്ത് ചോദിച്ചിട്ട് അവരുടെ പെർമിഷനോട് കൂടി പറ്റുമെങ്കിൽ അവരുടെ നമ്പർ തന്നാൽ നമുക്ക് നമ്മുടെ ഞാൻ ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ട് ഷെയർ ചെയ്ത് തരാം. കൊടുക്കാം. അപ്പൊ അത്രയും ആ, ടീച്ചേഴ്സിന് അതൊരു ഹെൽപ്ഫുൾ ആവുമല്ലോ കേട്ടോ. ആ, പിന്നെ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് കുറെ ടീച്ചേഴ്സ് തന്നിട്ടുണ്ട് കേട്ടോ ഹാജിറ. ഓക്കെ. അപ്പോ പിന്നെ നമ്മളൊരു ടീച്ചർ, ഒരു സമീറ എന്ന് പറഞ്ഞ ടീച്ചർ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് നമ്മളെ സാറ്റർഡേ മീറ്റിംഗിൽ. അവര് പറഞ്ഞത് സ്കൂളിലേക്ക് നേരിട്ട്, ഇപ്പൊ ഹാജിറ നേരിട്ട് പോയിട്ടാണല്ലോ ബ്രിട്ടീഷ് അമേരിക്കനിൽ കൊടുത്തത്. ആ പക്ഷെ അവര് നേരിട്ട് പോകുമ്പോ സ്കൂളിലേക്ക് എൻട്രി കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അതിനെ കുറിച്ച് അത് ചില സ്കൂളുകളിൽ ഞാന് ഇപ്പൊ ഒരു 10-20ന്റെ മുകളിൽ സ്കൂളുകളിൽ പോയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് ചില സ്കൂളിൽ നമ്മൾ പോകുമ്പോ അവര് സെക്യൂരിറ്റി ഉണ്ടാവില്ല. അവരെന്നെ നമ്മുടെ CV അവർ വാങ്ങിച്ചിട്ട് ഞങ്ങൾ കൊടുത്തോളാന്ന് പറയും. പക്ഷെ അവര് കൊടുക്കും. ചില സ്കൂളുകാര് നമ്മൾ നേരിട്ട് ഓഫീസിൽ പോയിട്ട് നേരിട്ട് കൊടുക്കാൻ പറയും. അപ്പൊ അത് ഇവിടെ സൗദിയിലും അങ്ങനെ തന്നെയാണ്. ഞാൻ കാരണം നമുക്ക് അവിടെ ഒരു ഐഡിയ ഇല്ലല്ലോ. അപ്പൊ പറഞ്ഞപ്പോ പറഞ്ഞു ഒരു സ്കൂൾ. അപ്പൊ സൗദിയിലും അങ്ങനെ തന്നെ, എല്ലാ സ്കൂളൊന്നും അങ്ങനെ എൻട്രി കൊടുക്കൂല, ഇല്ല, നമ്മൾ ഇല്ല. ഗേറ്റ് കീപ്പർ അടുത്ത് കൊടുക്കാറാണ്. പിന്നെ പിന്നെ ചിലര് അവര് നമുക്ക് മെയിൽ ID തന്നിട്ട് CV നേരിട്ട് വാങ്ങണില്ല, മെയില് അയക്കാനും പറയും, ഓൺലൈനായിട്ട് ചെയ്യാൻ. ഓക്കെ, ഇനി അടുത്ത ഒരു ഇത് ഉള്ളത്, ഇപ്പൊ CBSE പഠിപ്പിച്ചു. പിന്നെ ഒരു കാര്യം അതിന്റെ മുന്നേ, നമ്മുടെ മാസ്റ്ററിങ് IG ലെവലിന്റെ ട്രെയിനിങ് എടുത്തു. പിന്നെ അമേരിക്കനിലാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ അതെ. കമ്പയർ ചെയ്യുമ്പോൾ ഈസി ആണോ ഹാർഡ് ആണോ? ബ്രിട്ടീഷിന്റെ ആ ഒരു കോഴ്സിനെക്കാട്ടിലും ഈസി ഹാർഡ് ആയിട്ടാ തോന്നിയത്? അമേരിക്കൻ ഈസി ആണോ ഹാർഡ് ആണോ തോന്നുന്നത്? സിലബസ് കമ്പാരിറ്റീവ്ലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഡിഫറെന്റ് ആണ്. അമേരിക്ക എന്താ ഞാനിപ്പോ വർക്ക് ട്രെയിനിങ്? ചെയ്യുന്നത് കൊഗ്നിയ എന്ന് പറഞ്ഞ ഒരു അതെ, കരിക്കുലാണ്. അപ്പൊ അത് ഇപ്പൊ നമ്മള് IGCSE A ലെവലിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന അതിന് കമ്പാരിറ്റീവ്ലി എൻ്റെ ഡിഫറെന്റ് ആണത്. എൻ്റയർലി ഡിഫറെന്റ് തന്നെയാണ്. CBSE വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ പറയണ്ട. CBSE തന്നെ CBSE വേറൊരു ഇതാണല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ IG ലെവൽ ഇതാക്കുമ്പോൾ നമ്മൾ പൊതുവെ ഇവിടെ പറയാറുണ്ട് ബ്രിട്ടീഷിന്റെ അത്ര ഹാർഡായിട്ട് നമുക്ക് അമേരിക്കൻ ഒന്നുകൂടി ഈസി ആകും, നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ ആക്കാനും നല്ലതാണ്. IB ബുദ്ധിമുട്ട്, IB ഉണ്ടല്ലോ അതിനകത്ത്. ആ ആ IB ആകുമ്പോൾ കുറച്ചും കൂടെ ഹാർഡാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയല്ലേ നമുക്കിപ്പോൾ ഒരു CBSE വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനും പറ്റുമല്ലോ, ഇപ്പൊ ട്രെയിനിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഐഡിയ ആ കിട്ടുമല്ലോ. ഇല്ല, അത് കുഴപ്പമില്ല. CBSE നമുക്ക് ഒന്നുകൂടെ തിയറി ഓറിയന്റഡ് ആണ്. പക്ഷെ ഇവിടെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടാണ് കൂടുതൽ വരുന്നത്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആൻഡ് ആ അനലൈസിങ്, അത് തന്നെയാണ് നമ്മൾ അതാണ്. ബ്രിട്ടീഷ് ട്രെയിനിങ്ങിലും തന്നത്. കുറെ എഴുതാനും വായിക്കാനും പഠിക്കാം അങ്ങനെയല്ല. മെയിൻ ഈ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള അതെ, അതാണ്. കാരണം കുട്ടികൾ അത് പഠിച്ച കുട്ടികൾക്ക് അത് അറിയും എന്താണ് സംഭവം. നമ്മളെ കുട്ടികളെ അതാണ്. പോലെ കാണാപ്പാടം പഠിച്ച് പാസ്സാവുമല്ല. ഇല്ല, ഇല്ല, കുറെ അല്ലെ, എഴുതാൻ അങ്ങനെയുള്ള. അപ്പൊ CBSE മാറിയ കാരണം എനിക്ക് ആ ഒരു ഡിഫറൻസ് നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ ഈ ട്രെയിനിങ് എടുത്തത് ഈ ഒരു അമേരിക്കൻ സ്കൂളിലേക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് പഠിച്ച കുറെ കാര്യങ്ങളൊക്കെ, മെത്തേഡുകളും കാര്യങ്ങളൊക്കെ, കൊറേയൊക്കെ ആ ഒരു കുറേയൊക്കെ കാര്യങ്ങൾ ഇന്റർനാഷണൽ. അത് യൂസ്ഫുൾ ആയിട്ടുണ്ട്. പക്ഷെ പിന്നെ എൻ്റർലി ബ്രിട്ടീഷ് ആണ് ഡിഫറെന്റ് നമ്മൾ ആണ്. ചെയ്തത്, ഞാനൊരു പക്ഷെ അമേരിക്കനിലാണല്ലോ ജോയിൻ ചെയ്തത്. അമേരിക്കനിലാണ്, പക്ഷെ ആ ഇന്റർനാഷണൽ ലെവല് അതിന്റെ ഒരു ട്രെയിനിങ് കിട്ടിയോണ്ട് അമേരിക്കനും നമുക്ക് പിന്നെ അതിനെ പഠിച്ചെടുത്ത് കുറിച്ച് പോകാനും അറിയാനും ഈസി. ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ മുന്നേ കിട്ടിയത് കൊണ്ട് അത്ര അത് കിട്ടും. പ്രയാസം തോന്നിയിട്ടില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യന്, നമ്മളെ CBSE സ്കൂളും ബ്രിട്ടീഷ് അമേരിക്കനും തമ്മിലൊരു വ്യത്യാസം. ഡ്രസ് എൻ്റയർലി ഡിഫറെന്റ് അല്ലേ? അതെ, അതെ. അല്ലേ? ഡ്രസ്സിങ് അല്ലേ? ഇപ്പൊ ഞാൻ ജോയിൻ നിങ്ങള് ചെയ്ത സ്കൂളിലാണെങ്കിൽ ഒരു അബായാണ്. എല്ലാ ഇപ്പൊ റിലീജിയൻ അതൊന്നും നോക്കില്ല, എല്ലാവരും അബായാണ്. പിന്നെ നല്ല എന്താ പറയാ, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഡ്രസ് എല്ലാ ചെയ്യണം. കുട്ടികളാണെങ്കിലും ഈവൻ അവര് പോലും ഡ്രസ്സിങ്ങിന്റെ കാര്യമാണെങ്കിലും പെർഫ്യൂം അതെ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഹൗ ടു ബിക്കം നല്ലൊരു നമ്മൾ നല്ലൊരു സമയം അറ്റ്മോസ്ഫിയർ, യൂസ്ഫുൾ ആണ്. നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് സ്കൂളിൽ അതെ, ആ ഒരു അതല്ല മൊത്തത്തില്. നമ്മളെ CBSE ഒരു വൈറ്റ് കോട്ട് ഇട്ടിട്ട്, ഞാനൊരു കുറ്റപ്പെടുത്തുകയല്ല,
നമ്മളിപ്പോ ഇവിടെ നമുക്ക് പോലും ബ്രിട്ടീഷിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് ഇത്രയും കാലം വർക്ക് ചെയ്തിട്ട് മക്കളെ പാരന്റ്സ് മീറ്റിങ്ങിന് പോലും പോകുമ്പോൾ നമുക്ക് തോന്നും, അത് അഹങ്കാരം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് തോന്നും ഇവർക്കൊന്നും നമ്മുടെ നാട്ടിൽ ഇതിലൊന്നും ഈ സിസ്റ്റം ഒന്ന് മാറ്റിക്കൂടെ എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഹാജിറക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല നന്നായിട്ട് ഇപ്പൊ? ഉണ്ട് ഉണ്ട്. അല്ലെ? അതില് ഹൗ ടു ബിക്കമിൽ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ വന്നിരിക്കുന്നത്? ഹൗ ടു ബിക്കം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ എടുക്കണം എന്നുണ്ടായിരുന്നു ആ കോഴ്സ്. പക്ഷെ അത് ഇനിയും എടുത്തിട്ടില്ല. കിട്ടിയിട്ടില്ലെങ്കിൽ, ടൈം എടുക്കുകയാണെങ്കിൽ എന്തായാലും ആ കോഴ്സ് എടുക്കണം എന്ന് വെച്ചിട്ടായിരുന്നു. പക്ഷെ ഓക്കെ, എന്തായാലും പക്ഷേ അൽഹംദുലില്ലാ അതിന് മുന്നേ ആ കിട്ടി. ഒരു വ്യത്യാസം വരുന്നുണ്ട്, അതാണ് നമ്മൾ ഹൗ ടു ബിക്കമിൽ കൊടുക്കുന്നത്, ആ ഒരു വ്യത്യാസം ആ അവിടെ ആ വരുന്നുണ്ട് അല്ലെ? പിന്നെ അതെ, ലാംഗ്വേജിന് ഡ്രസ്സിങ്ങിന്റെ അങ്ങനെ കാര്യം. പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നമ്മൾ പറയണ കുട്ടികൾക്കും അവർ പറഞ്ഞ ഇല്ല, മനസ്സിലായി ലാംഗ്വേജ് എനിക്ക് എന്താ തോന്നുന്നത് തോന്നുന്നു? ഉം. CBSE ഒന്നും കൂടെ നമ്മൾ ഇന്റർവ്യൂവിന്റെ സമയത്തൊക്കെ അവര് ലാംഗ്വേജ് ഒന്നും കൂടെ നോക്കുന്നുണ്ട്. പക്ഷെ ഉം. ഇവിടെ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് സബ്ജക്ട് കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയാല് കുഴപ്പമില്ല എന്നാണ് നല്ല കാര്യമാണ് തോന്നുന്നത്. അത്. നമ്മൾ അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് കുട്ടികൾക്ക് മനസ്സിലായാൽ മതി. നമ്മൾ സബ്ജക്ട് എക്സ്പേർട്ട് ആണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഈസിയാണ് അല്ലെ അതാണ്. അത് കാര്യങ്ങൾ. കുട്ടികൾ കൂടുതലും അറബ്സ് ആ ഒരു ഇതാണ് വരിക. പക്ഷെ അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയാല് അത്ര പേടിക്കാനില്ല എന്നാണ്. അതും കുറച്ചും കണ്ട് ഇപ്പൊ ആദ്യം ഒരു 1 മന്ത് വർക്ക് ചെയ്തപ്പോ തന്നെ കുറച്ച് തന്നെ ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ കൂടിയില്ലേ? ആ ഒരു ആ എക്സ്പീരിയൻസ് ശരിയായില്ലേ കുറെയൊക്കെ അല്ലെ? അതെ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ, കുറേ ക്വസ്റ്റ്യൻ ഉണ്ട് ഫസ്റ്റ് ഷാർജത്തെ ഇത് ഹാജിറായതുകൊണ്ട്. അവിടെ ഇപ്പൊ ഇവിടെ നമ്മൾ സൗദിയിൽ നമുക്ക് അജീർ ലൈസൻസ് പറഞ്ഞ സംഭവമാണ് സ്കൂള് ആ മാറുമ്പോൾ. അപ്പൊ അന്ന് ഹാജിറ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പറയുമ്പോൾ പിന്നെ മാം എൻ്റെ ലൈസൻസ് ശരിയായിട്ടില്ല, അതെന്താ? ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ ആ ഒരു ജേണി പറയുമ്പോ ആ ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ്. ലൈസൻസിന്റെ കാര്യം ഒന്ന് പറയോ? അത് ആ ന്യൂ അത് ഞാൻ ടീച്ചർക്കും എങ്ങനെയാണ് അത് വരുന്നത് എന്നൊന്ന് പറയോ? ഷാർജയിൽ നമുക്ക് തമാം അപ്രൂവൽ എന്ന് പറഞ്ഞിട്ട് ഒരു അപ്രൂവൽ ആണുള്ളത്. ആ, അപ്പൊ അത് നമ്മൾ ജോയിൻ ചെയ്ത് വിത്തിൻ 1 വീക്കിന്റെ ഉള്ളിൽ സ്കൂളുകാർ തന്നെ അതിന്റെ ഇപ്പൊ നമ്മുടെ എന്തൊക്കെയാ ഉള്ളത്, പാസ്പോർട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, പാസ്പോർട്ട്, അതെ. പിന്നെ റെസിഡൻസ് ID. സർട്ടിഫിക്കറ്റ്, അങ്ങനെ വിസ, ആ സംഭവങ്ങളൊക്കെ അവര് അതിന്റെ സോഫ്റ്റ് കോപ്പി നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട്, പ്രിൻസിപ്പൾ തന്നെയാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇപ്പൊ ഈ സ്കൂളിൽ പ്രിൻസിപ്പൾ തന്നെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ അതിന്റെ പ്രൊസീജിയറൊക്കെ ചെയ്തത്. ഇപ്പൊ എനിക്ക് അൽഹംദുലില്ലാ ഒരു 1 വീക്ക് ആയിട്ടില്ല, ഒരു 3 ഡേയ്സ് ഇപ്പൊ തമാം അപ്രൂവൽ കിട്ടി. സ്പി അപ്രൂവൽ എന്ന് പറയാം, ഷാർജ ഗവൺമെന്റിന്റെ സ്പി അപ്രൂവൽ. അപ്പൊ അത് കിട്ടി അൽഹംദുലില്ലാ. അത് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ലൈസൻസ്ഡ് ടീച്ചേഴ്സ് ആയി. ഇപ്പൊ ഹാജിർ ഹസ്ബൻഡിന്റെ വിസയിലാണല്ലോ. അതെ അതെ. അപ്പൊ ഹസ്ബൻഡ്, അപ്പോ നമ്മൾ സൗദി അറേബ്യയിൽ അജീർ ലൈസൻസ് എന്ന് പറയും. നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളോട് സർട്ടിഫിക്കറ്റിന്റെ എല്ലാറ്റിന്റെ കോപ്പി അറബിക് ട്രാൻസ്ലേഷനിലൊക്കെ ചോദിച്ച് അത് കൊണ്ട് കൊടുക്കും. ബാക്കി അവരാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഉം. നമുക്ക് ലൈസൻസ് കിട്ടുകയാണ്. പിന്നെ എല്ലാ വർഷവും അതിങ്ങനെ റിന്യൂ ചെയ്യലാണ്. അപ്പൊ നമ്മൾ അത് 6 മന്ത് ആണെന്ന് തോന്നുന്നു തമാം അപ്രൂവൽ. നമ്മളത് 1 ഇയർ കിട്ടും. 1 ഇയർ അല്ല, 10 മന്ത്. ഇവിടെ 10 മന്ത് ആണ്. അപ്പൊ പക്ഷെ അതില് അതൊക്കെ അവര് ഇപ്പൊ നമ്മളല്ലേ ചെയ്യാ? ഇപ്രാവശ്യം തമാം അപ്രൂവല്, ആ അപ്രൂവൽ വന്നതിൽ കണ്ട് ഇക്വലൻസി കമ്പൽസറി ആയിരുന്നു. അപ്പൊ എന്റെ ഇക്വലൻസി കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ നമ്മൾ ആ ഇക്വലൻസി ചെയ്താൽ അതും കൂടി അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 ഇയർ ആവും. അതൊക്കെ അങ്ങനെ ഒരു സ്കൂളാണ് ചെയ്യല്ലേ, നമ്മളല്ലല്ലോ അത് സ്കൂളിൽ കൊണ്ട് ഇല്ല ഇല്ല, അത് കൊടുക്കല്ലേ? സ്കൂളുകാർ തന്നെ ചെയ്യും. അപ്പൊ ഇക്വലൻസി ചെയ്തത് അതും കൂടി നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തമാം അപ്രൂവൽ, ഈ SPയുടെ അപ്രൂവൽ 1 ഇയർ ആയിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. ഒരു ഡൗട്ടും കൂടെ. ഇക്വലൻസി ഇപ്പോ ഒരു സ്കൂളിൽ ഇപ്പൊ മുമ്പ് CBSE സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നല്ലോ. ആ ആ. അപ്പോ അതിന്ന് ഇപ്പൊ ഇങ്ങോട്ട് മാറുമ്പോ വീണ്ടും നമ്മൾ അത് ചെയ്യണം, അത് ഓൾറെഡി ചെയ്തത് പോരെ? അല്ലല്ല, ഇക്വലൻസി നമുക്ക് ഒരു സർട്ടിഫിക്കറ്റിന് ഒരൊറ്റ ഇക്വലൻസി ചെയ്താൽ അത് മതി. നമ്മൾ അറ്റസ്റ്റേഷൻ ഒക്കെ പോലെ ഒറ്റ ആ ഒന്നല്ല അതെ അതെ. അല്ലേ? ആ ഇക്വലൻസിയുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. അത് കൊടുത്താ പിന്നെ അത് തന്നെയല്ലേ കൊടുക്കുന്നുള്ളൂ ആ, അത് മതി. അല്ലെ? അപ്പൊ അത് ഈ പിന്നെ റിന്യൂ ചെയ്യേണ്ട കാര്യം എങ്ങനെയെന്ന് ഇല്ല. അതിനെ കുറിച്ച് കറക്റ്റ് അതവര് ആയിട്ട് പിന്നെ എനിക്കറിയില്ല. ആ ഇപ്പൊ മുമ്പ് CBSE സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ തമാം അപ്രൂവല്. അത് അവിടുന്ന് റിസൈൻ ചെയ്തിട്ടാണല്ലോ ഇവിടെ കയറുന്നത്. അപ്പൊ അതിന് ആ പ്രോസസ്സിന് വലിയ ബുദ്ധിമുട്ട് അവിടെ വരുന്നുണ്ടോ? മാറി കയറുന്ന ടീച്ചർമാർ ഇപ്പൊ CBSE ഉണ്ടാവുമല്ലോ. ആ ആ. അപ്പൊ ഇവിടെ അത് നമ്മൾ സ്കൂളിൽ. ആദ്യം ഒരു സ്കൂളിൽ ജോയിൻ ചെയ്താല് അവര് ഈ പറഞ്ഞ പോലെ അവിടുത്തെ തമാം അപ്രൂവല് ഉം, ചെയ്യും. എന്നിട്ട് അത് നമ്മൾ റിസൈൻ ചെയ്യുമല്ലോ, സ്കൂളിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഉം, ആ റിസൈൻ ചെയ്തതിന്റെ ഒരു റിസൈൻ ലെറ്റർ ഉണ്ട്, പ്രിൻസിപ്പൾ സൈൻ ചെയ്ത റിസൈൻ ലെറ്റർ ഈ തമാമിൽ അപ്ലോഡ് ചെയ്താലാണ് നമുക്ക് ആ സ്കൂളിൽ നിന്ന് ഉം. ആ സ്കൂളിന്റെ പേരിലുള്ള തമാമ് നമുക്ക് ഔട്ട് ആവാൻ ഒരാൾ. പറ്റും. അതെ, എന്നിട്ട് അതിന് അങ്ങനെയുണ്ട്. ശേഷമാണ് ന്യൂ സ്കൂളുകാർക്ക് പുതിയ ഒരു തമാമ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ അപ്പൊ അതൊരു റെസിഗ്നേഷൻ വൺ കൊടുത്ത് അവരെ വീക്ക് അക്സെപ്റ്റ് ചെയ്യണം. 1 വീക്ക് ഒരു പ്രൊസീജിയർ ആണ് ആ റെസിഗ്നേഷൻ എന്ന് പറഞ്ഞത്. അത് നമ്മുടെ സ്കൂളുകാർ പെട്ടെന്ന് ചെയ്തു തരുന്നതിനനുസരിച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇവിടെ സൗദിയിൽ അങ്ങനെ ഒരു സംഭവമില്ല. അജീർ ലൈസൻസ് ഉണ്ടെങ്കിലും നമ്മൾ റിസൈൻ ചെയ്ത ഓട്ടോമാറ്റിക്കലി അത് എക്സ്പയർഡ് ആയി പിന്നെ ന്യൂ സ്കൂളിൽ. അപ്പൊ എക്സ്പയർഡ് ഇല്ല, സൗദിയിൽ. ഇത് നമ്മുടെ സ്കൂളുകാർ റിസൈൻ ചെയ്ത് അവര് അതിൽ നിന്ന് കൊടുക്കണം, ഓക്കെ. ഇനി ക്യാൻസൽ ചെയ്യണം. ഇനി ഒരു കാര്യം, ഇപ്പോ കുറേ ടീച്ചേഴ്സ് ഇപ്പൊ നമ്മുടെ ഷപ്ന മാത്തില് ഷപ്നയ്ക്ക് അവിടെ വന്നിട്ട് ഇപ്പൊ വിസ കിട്ടി മാത്തില്. എന്താ ആ ആ.
ജോബ് കിട്ടിയപ്പോൾ ആള് നവംബറിൽ പോകാൻ നിൽക്കുകയാണ്, നാട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ നാട്ടിൽ കുറേ ടീച്ചേഴ്സ് ഹസ്ബൻഡ്മാർ ഇവിടെ ഇല്ലാത്തവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മളൊക്കെ ഹസ്ബൻഡ്മാരെ കൂടെ വന്ന് നിൽക്കുന്നുണ്ടാണല്ലോ. ഉം. അപ്പോ അവര് നേരെ വിസിറ്റിൽ വന്ന് നോക്കിയാല് അധികം സ്കൂളുകളൊക്കെ അവിടെ വിസ കൊടുക്കുന്നുണ്ടോ? എങ്ങനെയാണ് അവിടുത്തെ ഒരു കാര്യം? ഉണ്ട്, അങ്ങനെ ഉണ്ട്. നമുക്ക് വിസിറ്റിൽ വന്നിട്ട് ഉം. വിസ, ഇപ്പൊ ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ, കറന്റ് വർക്ക് ചെയ്യുന്ന സ്കൂളിൽ അവർ അങ്ങനെ സ്കൂൾ കൊടുക്ക വിസ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആ. പക്ഷെ ചില സ്കൂളുകൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് കേട്ടത്. അപ്പൊ വിസിറ്റിന് നേരിട്ട് വന്നാലും വന്നിട്ട് പിന്നെ അങ്ങനെ വിസിറ്റിന് കൊടുത്താൽ വന്നിട്ട് കിട്ടും. നമുക്ക് അവർ സ്കൂളിൽ വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ ഉള്ള സ്കൂളിൽ ഒന്ന് രണ്ട് ടീച്ചേഴ്സിനായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞില്ല, ഉം. അങ്ങനെ സ്കൂൾ വിസ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാ സ്കൂളും. ഫ്രഷേഴ്സിന് കിട്ടുന്നുണ്ട് കേട്ടാ. ആ. ഒരു മലയാളി ടീച്ചർ ഉണ്ട് ഇപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യണത്. അപ്പൊ ആ. അവര് പറയാ BEd കഴിഞ്ഞ് ഉടനെ അവിടുന്ന് നാട്ടിൽ നിന്ന് കയറി വന്നതാണ്. വിത്തിൻ 1 മന്തിന്റെ ഉള്ളിൽ നാട്ടിൽ കയറിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷെ ആ. നേരെ കയറിയത് ഇവിടെ അമേരിക്കൻ സ്കൂളിലാണ്. അപ്പൊ അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളെ മലയാളി ടീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. പേടിക്കേണ്ട കാര്യമില്ല, നേരെ ചെന്നിട്ടുണ്ട്. അവര് വിചാരിക്കും ഇപ്പൊ ഹാജിറക്ക് ഇവിടെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടല്ലേ, ഇങ്ങനെ ഒരു കുട്ടി കയറിയിട്ടുണ്ട് നേരെ വന്നിട്ട്. ആ ഇപ്പൊ നമ്മൾ ആദ്യം വരുമ്പോ തന്നെ ഇന്ത്യൻ സ്കൂളിലാണല്ലോ കൊടുക്കുക. പക്ഷെ അതിന്റെ ആവശ്യമില്ല എന്നാണ് ഇപ്പൊ തോന്നുന്നത്. നേരിട്ട് ബ്രിട്ടീഷിൽ അമേരിക്കയിൽ വെറുതെ നമ്മൾ കൊടുത്താലും ഇന്ത്യയിലേക്ക് നോക്കിയാൽ പിന്നെ ഹാജിറന്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ഇന്ത്യൻ സ്കൂൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, ബ്രിട്ടീഷ് അമേരിക്കൻ ഒരുപാടില്ല. ആ ഇവിടെയൊക്കെ അങ്ങനെ തന്നെ അല്ലെ? കാരണം ഇത് വേൾഡിൽ അത്രയും ഫോളോ ചെയ്യുന്ന ഒരു സിലബസ് അല്ലേ. അപ്പൊ നമുക്ക് ഓപ്പർച്യൂണിറ്റി കൂടുതലും നമുക്ക് ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂൾ അത്രയല്ലേ ഹാജിറ? ഞാൻ ചോദിക്കുകയാണ്, അവിടെ ഉണ്ടല്ലോ. അതെ അതെ ഉണ്ട്. ഇപ്പൊ ഞാന് ഒരു നമ്മുടെ ഇവിടെ UAE-ലൊക്കെ ആകുമ്പോ, സൗദിയിൽ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പൊ ഞങ്ങള് ഷാർജയിലാണെങ്കിലും UAE-ലെ ആ ഏരിയയിലും ഒക്കെ, അജ്മാൻ അവിടെ ഒക്കെ ഒരു സ്കൂൾ സോൺ ആണെന്നുവെച്ചെങ്കിൽ അതിൽ കുറെ സ്കൂളുകൾ ഉണ്ടാവും. ഒരു 5 ഇവിടെ 10 അങ്ങനെ തന്നെ. സ്കൂളുകൾ ഒരു സറൗണ്ടിങ്ങിൽ ഉണ്ടാവും. ഇവിടെ അങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെ ഷഹൻഷാ സാറൊക്കെ ഒരു ദിവസം ഇറങ്ങിയിട്ട് ഒരുപാട് സ്കൂൾ കവർ ചെയ്യാണ്. ആ ആ ഒരുപാട് സ്കൂളിലേക്ക് CV കൊടുക്കുക, നെക്സ്റ്റ് സ്കൂളിൽ. പിന്നെ അതിന്റെ റിസൾട്ട് ഒക്കെ കൂടെ 1 വീക്ക് കഴിഞ്ഞിട്ടുള്ള കോളുകൾ ഇങ്ങനെ കിട്ടുന്നത്. നന്നായിട്ട് പോയിട്ട് പെർഫോം ചെയ്ത് അപ്പൊ അതിൽ തന്നെ പെട്ടെന്ന്. നമുക്ക് കാണുന്നത് ആ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഒരു 2 ഇന്ത്യൻ സ്കൂൾ ആണെങ്കിൽ ഒരു 10 അമേരിക്കൻ ബ്രിട്ടീഷ് അതാണ് സ്കൂളുകളായിരിക്കും ഉണ്ടാവും. അമേരിക്കൻ ബ്രിട്ടീഷ് സ്കൂൾ. കാരണം വേൾഡിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന സിലബസ് അതാണല്ലോ. ആ എല്ലായിടത്തും അങ്ങനെ തന്നെയാണത്. അപ്പൊ അത് അവർക്ക് ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു കേട്ടോ. ഇനി എനിക്ക് ഹാജിറന്റെ അടുത്ത് ഒരു കാര്യം കൂടെ ചോദിക്കാന്. ഇപ്പൊ ഞാൻ ഒരു കാര്യം നാട്ടിൽ. പറയാൻ വിട്ടുപോയി. ഞാന് ആ. നമ്മളെ ബയോളജിയിലുള്ള ഷാൻഷാ സാറ് ഒരുപാട് സപ്പോർട്ട് ചെയ്യും. സാറിന്റെ കാര്യം പറയാൻ വിട്ടുപോയി. ആ. സാറ് ഇപ്പൊ ഈ ഒരു കോള് വന്ന സമയത്ത് ഞാൻ മാമിനെ രാത്രിയിലാണ് എനിക്ക് പെട്ടെന്ന് ഇന്റർവ്യൂ പിറ്റേ ദിവസം ചെല്ലാൻ പറഞ്ഞത്. അപ്പൊ മാമിന് ഇനിയിപ്പോ ആ സമയത്ത് വിളിച്ചാൽ ഇനി ബുദ്ധിമുട്ടാവും, എന്താ മെസ്സേജ് അയച്ചിട്ട് പക്ഷെ ഞാൻ എന്നിട്ട് ഷാൻഷാ സാറിന്റെ നമ്പർ വാങ്ങി സാറിനായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറിന്റെ ഒരു നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഭയങ്കര നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുവാള്. ആ, പിന്നെ ഇപ്പൊ നമ്മള് നാട്ടിൽ നിന്ന് വരുന്ന ടീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ, ഇപ്പൊ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ അവർക്കൊക്കെ ഭയങ്കര ടെൻഷനാണ്. കാരണം അവരൊന്നും ഗൾഫിൽ വർക്ക് ചെയ്തിട്ടില്ലല്ലോ, നമ്മളെ നാട്ടിലെ സിസ്റ്റം അല്ല. അപ്പൊ അങ്ങനെ വരുന്നവരോട് എന്താ ഹാജിറൊക്കെ പറയാനുള്ളത്? അവരെന്താ ചെയ്യേണ്ടത്? ഒരു ഐഡിയ കൊടുക്കോ? നാട്ടിൽ നിന്ന് നമ്മൾ നേരിട്ട് വരികയാണെങ്കിലും ടെൻഷൻ ആവേണ്ടതൊന്നുമില്ല. നന്നായി നല്ലൊരു CV പ്രിപ്പയർ ചെയ്യുക. അതുപോലെ ഒരു കവർ ലെറ്റർ CV അത് പ്രിപ്പയർ ചെയ്തിട്ട് ഇപ്പൊ നേരിട്ട് സ്കൂളിൽ പോയി കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ ഒരുപാട് സ്കൂളുകൾ മെയിൽ IDകൾ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ കുറെയൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട്, ഇപ്പൊ ഞാനൊക്കെ ഒരു ഡയറിയിൽ ഒരു 10 20 30 മെയിൽ ID എഴുതി വെച്ച് അതിൽ ഓരോന്ന് അങ്ങനെ അതാണ് ആദ്യം ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെ അയച്ചു കൊടുക്കുക. പിന്നെ ഇപ്പൊ ഇന്റർവ്യൂവിന് പോവാണെങ്കിലും അധികം എന്തായാലും നമുക്ക് ടെൻഷൻ ടെൻഷൻ വേണ്ട. ഉണ്ടാവും. പക്ഷെ അധികം ടെൻഷൻ ആവാതെ ഇംഗ്ലീഷിൽ വല്ലാതെ ഫോക്കസ് ചെയ്യണമെന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ ഇന്ത്യൻ സ്കൂളിൽ വർക്ക് ചെയ്തപ്പോൾ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആൾ ഇന്റർവ്യൂവിന് കയറിയപ്പോൾ അവരോട് അവിടുത്തെ മാം പറഞ്ഞത്, ഇംഗ്ലീഷ് വല്ലാതെ ഫോക്കസ് ചെയ്യണ്ട, അറിയണ പോലെ ഫ്ലുവന്റ് ആയിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ അത് അത്ര ഒരു ടെൻഷൻ ആവേണ്ട ഇല്ല. കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഒരു ഇതിൽ മതി അല്ലേ? പിന്നെ ആ, ഭയങ്കര സേഫ് അല്ലേ? ഷാർജയിലൊക്കെ വരുന്നാൽ പേടിക്കാനൊന്നും ഇല്ലല്ലോ, ഇല്ല ഇല്ല, അങ്ങനത്തെ പേടിക്കാനൊന്നുമില്ല. കാര്യമില്ലല്ലോ. അപ്പൊ അവര് B.Ed ഒക്കെ ഇപ്പൊ കംപ്ലീറ്റ് ആവാത്തവർ വെറും ഡിഗ്രി ഒക്കെ ആണെങ്കിൽ അവര് നേരെ വന്ന് ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിലാണ്ട് അപ്ലിക്കേഷൻ കൊടുക്കട്ടെ അല്ലെ? അപ്പൊ BEd സർട്ടിഫിക്കറ്റ് കിട്ടാത്തവരാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അപ്ലൈ ചെയ്തിടാം. കിട്ടിയാൽ കിട്ടുന്നതിനനുസരിച്ച് അവർക്ക് ആ, സർട്ടിഫിക്കറ്റ് ചോദിക്കുകയാണെങ്കിൽ കൊടുത്താലും മതി. കൊടുത്താൽ മതി. പിന്നെ വർക്ക് ലോഡിന്റെ കാര്യത്തിൽ ഓൾമോസ്റ്റ് സെയിം ആണോ അതോ ഇവിടെ കുറവാണോ കൂടുതലാണോ? ഇവിടെ ഞങ്ങൾക്ക് CBSE-നെക്കാളും കുറവാണ്. പിന്നെ ഫസ്റ്റ് ഇയർ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, നമ്മൾ കാര്യങ്ങൾ പഠിച്ചെടുക്കണല്ലോ. പിന്നെ ഉം. CBSE-ന്ന് വന്ന ടീച്ചേഴ്സ് ഒക്കെ പറയും എന്ത് വർക്ക് ലോഡ്, ഞങ്ങൾ CBSE-ൽ അത്രയും പണിയെടുത്തുക്കണം. എങ്ങനെയാണ് ഷാർജയിലെ ഒരു കാര്യം? കംപ്ലീറ്റ് ചോദിക്കുകയാണെങ്കിൽ അവർക്കൊരു ഡൗട്ടും ഉണ്ടാവരുത്. ഓക്കെ, കുഴപ്പമില്ല. അത് ഞാന് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അൽഹംദുലില്ലാ ഞാൻ CBSE-ൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് UAE-ൽ. പക്ഷെ നല്ല വർക്ക് ലോഡ് ഉണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സിസ്റ്റം വൈസ് ആണെങ്കിലും ഒരുപാട് വർക്കുകൾ ഉണ്ടായിരുന്നു.
പക്ഷെ ഇപ്പൊ ഇതുവരെ ഇപ്പൊ ഒരു 1 മന്ത് ആവാനായല്ലോ, അൽഹംദുലില്ലാ ഇതുവരെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറവാണെന്ന് പറയാം. വർക്ക് ലോഡ് കുറവാണ്, നമുക്ക് സാലറി ആണെങ്കിൽ സബ്ജക്ട് കൂടുതൽ. സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് പ്രിപ്പറേഷനും കാര്യങ്ങളും അതൊക്കെ ഉണ്ട്, പക്ഷെ അതല്ലാതെ കമ്പാരിറ്റീവ്ലി കുറവാണ്. വളരെ കുറവ്. നമുക്ക് വർക്ക് എന്തൊരു ലോഡ് ടീച്ചർ കുറവാണ്. എന്നുള്ളതിലൊരു പ്രൗഡ് ആയിരിക്കും അല്ലേ, നമ്മൾ ടോട്ടലി അങ്ങ് മാറി അല്ലേ. ആ, സാലറി എന്തെങ്കിലും നല്ല ഡിഫറൻസിലല്ലേ വരുന്നത്, ഉണ്ട് നല്ല സാലറി ഡിഫറൻസ്. ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഹസ്ബൻഡ് ചോദിക്കും ഇപ്പൊ എന്താ ഇവിടെ പുതിയ സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോ വർക്കൊന്നും ഇല്ലേന്ന് ചോദിക്കും, കാരണം മാഷാ ആദ്യത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ. മാഷാല്ല ടീച്ചേഴ്സ്, ഇത് പ്രത്യേകം കേൾക്കുക. എല്ലാവർക്കും ഒരു തോന്നലാണ്, കാരണം ഇവർക്ക് നമ്മൾ ചെറുതായിട്ട് എടുത്താൽ തന്നെ വലിയ കാര്യമാണ്. ഇന്ത്യക്കാർക്ക് നമ്മൾ പാറക്കല്ല് എടുത്തു വെച്ചാലും അവളൊരു ചെറിയ പാറക്കല്ല് അങ്ങ് മാറ്റി വെച്ചു എന്നേ ഉള്ളൂ. ഇവർക്ക് നമ്മൾ ചെറിയ, അതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ. ഒരു കല്ല് പോലെ നമ്മൾ എടുത്താലും അവരത്ര വലിയ സംഭവം എടുക്കൂല. അപ്പൊ അവർ ഓ ആജിറ അല്ലെങ്കിൽ മുനീറ ഇത്രയും വലിയൊരു വർക്ക് ചെയ്തു എന്നുള്ളൊരു ഫീലാണ് വരിക. അതുപോലെ തന്നെ ഇന്ത്യൻ സ്കൂളുകളിൽ അവർ സാലറി നാട്ടിലെ പൈസ ആയിട്ട് അവർ കമ്പയർ ചെയ്ത് നോക്കും. ഇവർക്ക് അതില്ല. ഇവര് നേരെ ദിർഹം നമുക്ക് തരും, അപ്പൊ നമ്മൾ അതിനൊന്ന് മാറിക്കൂടെ. എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളത് അതാണ്. അപ്പൊ ഹാജിറ ഒരുപാട് കാര്യങ്ങൾ ഹാജിറ, എനിക്ക് തോന്നുന്നു ഒരുപാട് ടീച്ചേഴ്സിന് ഇത് യൂസ്ഫുൾ ആവും കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും ഹാജിറക്ക് ആഡ് ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ എന്തോ പറയണമെന്ന് വിചാരിച്ചു ഞാന്. ലൈസൻസ് പറഞ്ഞോ, BEd വാലൻസി പിന്നെ സ്കൂളിൽ അതുപോലെ TLS ഉണ്ട്, TLS എന്ന് പറഞ്ഞൊരു ലൈസൻസ് TLS ഉണ്ട്, എന്താണ്? ടീച്ചിങ് ലൈസൻസ് ഉണ്ട്. ടീച്ചിങ് ലൈസൻസ്. അപ്പൊ അത് നമ്മൾ ആദ്യം അപ്രൂവൽ, ഇപ്പൊ ഷാർജയിലാണെങ്കിൽ സ്പിയഡ് അപ്രൂവല്, പിന്നെ ദുബായ് അജ്മാനൊക്കെ ആകുമ്പോൾ MOE അപ്രൂവൽ ആണ്, പിന്നെ അബുദാബിയിൽ അഡക്ക് എന്ന് പറഞ്ഞിട്ട് അത് ഡിഫറെന്റ് ആണ്, ഓരോ എമിറേറ്റ്സിനനുസരിച്ച് ഡിഫറെന്റ് ആണ്. പിന്നെ അതുപോലെ TLS എന്ന് പറഞ്ഞൊരു ലൈസൻസ് ഉണ്ട്. അത് നമുക്ക് 2 എക്സാം ആയിട്ടാണ് വരുന്നത്, ഒരു പെഡഗോഗി എക്സാം, പിന്നെ നമ്മൾ സബ്ജക്ട് മെയിൻ സബ്ജക്ട് ഏതാണെന്ന് വെച്ചാൽ അതും. അപ്പൊ ആ ഒരു എക്സാമും ഞാനിപ്പോ അത് ഇത് അതിന്റെ കൂടാതെ പ്രോസസ്സിംഗിലാണ്, വീണ്ടും കിട്ടിയിട്ടില്ല. വീണ്ടും ഇത് കൂടാതെ അങ്ങനെ ഒരു എക്സാം ആണോ അത്? അല്ല, എക്സാം അത് എഴുതി നമ്മൾ ലൈസൻസ് ഇപ്പൊ എടുക്കുക. നാട്ടിലൊക്കെ കേട്ടറ്റ് സെറ്റ് എന്നൊക്കെ പറയില്ല, PSC ഒക്കെ എഴുതൂലേ, ആ, അതുപോലെ ഒരു എക്സാം ആണ്. അപ്പൊ അത് നമുക്ക് പാസ്സായാൽ ഒരു ലൈസൻസ്ഡ് ടീച്ചറായിരുന്നു. അപ്പൊ ഈ ലൈസൻസിന് അപ്രൂവലിന് ടീച്ചറാണ്. പുറമെ വേറൊരു ലൈസൻസ് ആണ്. ഒന്നും കൂടെ സ്ട്രോങ് ആയി കാര്യങ്ങൾ. അതാണ്, അതിപ്പോ കുറെയൊക്കെ സ്കൂളുകളിൽ ചോദിക്കുന്നുണ്ട്, വലിയ കമ്പൽസറി ആക്കി വരുന്നുണ്ട്. നിർബന്ധമാക്കിയിട്ടില്ല, പക്ഷെ ചോദിച്ചു വരുന്നുണ്ട്. അതും കൂടെ ഇതാക്കിയാൽ ഉണ്ട്. നമ്മൾ ഒന്നും കൂടെ പവർഫുൾ ആയി കാര്യങ്ങൾ അല്ലേ. CV-ലൊക്കെ അല്ല, CV-ൽ അപ്പൊ നമ്മൾ അവര് അപ്ലിക്കേഷനൊക്കെ കാണൂലേ, അപ്പൊ അതിലൊക്കെ TLS ഒന്നുകൂടെ പ്രിഫറൻസ് ആണെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അങ്ങനെ കാണിക്കുന്നുണ്ട്. അത് അതെ. സ്കൂളിലൂടെയാണോ കൊടുക്കുന്നത്, നിങ്ങൾ നേരിട്ടാണോ ആപ്ലിക്കേഷൻ കൊടുക്കുക? സ്കൂളില് ജോയിൻ ചെയ്തിട്ട് കൊടുക്കുന്നതുണ്ട്, അതല്ലാതെ സ്കൂളിൽ ഇപ്പൊ നമ്മൾ ഫ്രഷേഴ്സ് ആണ്, ഇപ്പൊ സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് കൊടുക്കാനുള്ള ഒരു അത് 1-2 സംഭവങ്ങൾ വേറെ ഉണ്ട് ഓക്കെ, നമുക്ക്. ഞാനൊക്കെ അതെവിടുന്ന്? കൊടുത്തത് നമ്മൾ ഇപ്പൊ CBSE സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോൾ അവിടുന്ന് സ്കൂൾ വഴിയാണ് ചെയ്തത്. അപ്പൊ CBSE-യിലും ബ്രിട്ടീഷിലൊക്കെ ഒരു അത് കാര്യം, അത് മിനിസ്ട്രി കണക്റ്റഡ് ആയതുകൊണ്ട് എല്ലായിടത്തും ആ ഒരുപോലെ ആ തന്നെ. അതെല്ലാവർക്കും ഒരുപോലെ തന്നെ. അപ്പൊ എനിക്ക് ഹാജിറയുടെ അടുത്ത് ഇങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇങ്ങനത്തെ ലിങ്ക് ഒക്കെ ഫ്രീ ആവുമ്പോൾ മതി. ഐ നോ യു ആർ ബിസി. അപ്പൊ ഫ്രീ ആ ആവുമ്പോൾ തന്നാലും നമ്മൾ ഈ വീഡിയോയുടെ താഴെ അവർക്ക് കൊടുക്കും. അപ്പൊ അവർക്കത് പിന്നെ യൂസ് ചെയ്യാലോ. പിന്നെ ഒരു കാര്യം കൂടെ ഹാജിറ, ടൈമിംഗ് എങ്ങനെയാണ്? സ്കൂൾ ടൈമിംഗ് എങ്ങനെയാണ് ഷാർജയിൽ? പൊതുവെ ഷാർജയിൽ ഒരു സ്കൂൾ ടൈമിംഗ് എങ്ങനെയാണ്? 7:30 to 45 ഉള്ളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ, 2:30 വരെ. 2:30 വരെ. പിന്നെ നിങ്ങൾക്ക് പിന്നെ അവിടെ വീക്കെൻഡ് എപ്പോഴാണ് വരുന്നത്? വീക്കെൻഡ് 3 days വീക്കെൻഡ് ആണ്, ഫ്രൈഡേ സാറ്റർഡേ സൺഡേ. നിങ്ങൾക്ക് 4 days സ്കൂളുള്ളൂ? യെസ്. 4 days വർക്കിങ്ങും 3 days വീക്കെൻഡ്. മാഷാല്ലാ, ഇതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ടീച്ചേഴ്സ്. സൗദിയില് 2 ദിവസമാണ്. സൗദിയിൽ ഞങ്ങൾ 5 days വർക്കിംഗ് ഡേയ്സാ. 4 days മൺഡേ ടു തേഴ്സ്ഡേ വർക്കിംഗ് ആണ്, 3 days വീക്കെൻഡ് ആണ്. പക്ഷെ അത് ടീച്ചേഴ്സ് CBSE ഉള്ളപ്പോ ആരും വീക്കെൻഡ് സൗദിക്ക് വരട്ടെ, ഫുള്ളും വർക്കിംഗ് ഡേ എല്ലാരും പോലെ തന്നെ ആയിരുന്നു. എല്ലാരും ഷാർജയിൽ പോയിക്കോ. നല്ല സുഖാണല്ലോ, പിന്നെ നിങ്ങൾക്ക് ട്യൂഷൻ ഒക്കെ എടുക്കുന്ന അങ്ങനത്തെ ഒക്കെ വേണമെങ്കിൽ സമയം. ഷാർജയിലാണ് അങ്ങനെ ഉള്ളൂ കേട്ടാ, അജ്മാന് ദുബൈയിലൊക്കെ 5 days ആണ്. ഫ്രൈഡേ അതാണ് ഉണ്ട്, ഞാന്. ഫ്രൈഡേ ഒരു ഹാഫ് ഡേ ഉണ്ട്. ഓക്കെ, കാരണം നമ്മൾ 2 days മുമ്പ് ഷാർജന്റെ ഒരു വേക്കൻസി പറഞ്ഞല്ലോ, നമ്മൾ തന്നെ ഒരു ടീച്ചർ ഡയറക്റ്റ് തന്നെ, അവിടുത്തെ ഭയങ്കര റെപ്യൂട്ടഡ് സ്കൂളാണ്, ആ ആ ഭയങ്കര സാലറിയും അക്കോമഡേഷനും എല്ലാം കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ക്വാളിറ്റി ആയിട്ടുള്ള ടീച്ചേഴ്സിന് തന്നെ കുറേ ടീച്ചേഴ്സ് ഇപ്പോൾ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ അവരിത് പറഞ്ഞു 4 days. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു 4 days ഉള്ളൂ. ടീച്ചേഴ്സ് ഷാർജ പെട്ടെന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ, ഇതെനിക്ക് അറിയില്ലായിരുന്നു. ബാക്കിയല്ല, പിന്നെ ഉം. യൂണിഫോം ഇതൊക്കെ ഓരോ സ്കൂളിൽ. അജ്മാന് ദുബൈ അവിടൊക്കെ 5 days ഉണ്ട്. ഷാർജയിലാണ് ഇങ്ങനെ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ വരുന്നത്. ഓക്കെ, അപ്പൊ പിന്നെ യൂണിഫോമും കാര്യമൊക്കെ ഓരോ സ്കൂളിനനുസരിച്ച് അല്ലെ. അങ്ങനെ അത് കോട്ട്, അങ്ങനെ സ്കൂളിനനുസരിച്ച്. കോട്ട് മീൻസ് നമ്മൾ ആ വൈറ്റ് നമ്മൾ ഇന്ത്യൻ ഇതിലെ പോലത്തെ അല്ലല്ലോ. വൈറ്റ് അല്ല, ഇവിടെ മെയിൻ ആയിട്ട് കണ്ടിട്ടുള്ളത് ബ്ലേസർ, ആ ബ്ലേസറുകൾ. ബ്ലാക്ക് ബ്ലേസറും അങ്ങനെ ഒരു ഇതിലാണ്. പിന്നെ വൈറ്റ് വരുന്നുണ്ട്, ചില ഇന്ത്യൻ സ്കൂളിലൊക്കെ വൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഒരുപാട് കാര്യങ്ങള്, ഒരുപാട് ഡൗട്ട്, കാരണം ഞാൻ നോട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇതാക്കി, നേരിട്ട് പോണതിന് പ്രശ്നമില്ല. ലൈസൻസ് CBSE-യുടെ കാര്യം എല്ലാം ഇതാക്കി.
ഇനി അതുപോലെ ഹാജിറ ചില അമേരിക്കൻ ബ്രിട്ടീഷ് സ്കൂളുകളിൽ സ്കൂൾ ബസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല ട്രാൻസ്പോർട്ടേഷൻ ടീച്ചേഴ്സിന്. ഒക്കെ അത് ചിലവർക്ക് ഇപ്പൊ നമുക്ക് അത്രയും ഡിസ്റ്റൻസ് ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പൊ നമ്മൾ പേഴ്സണൽ ട്രാൻസ്പോർട്ട് വേണ്ടി ആ വരും. അത് വേണം. ഓക്കെ, അത് ഒരു കാര്യമുണ്ട് ഹാജിറ. അതിപ്പോ നമ്മുടെ ഇവിടെ അങ്ങനെയാണ്, ചില സ്കൂൾ കൊടുക്കൂല, ചില ആ സ്കൂൾ ആ മാത്രം കൊടുക്കും, ചിലർ നമുക്ക് അതിന് ട്രാൻസ്പോർട്ടേഷന്റെ ചാർജ് എക്സ്ട്രാ തരും, ചിലർ അത് കൊടുക്കൂല. ഇങ്ങനെയൊക്കെയാണ്, അത് ഡിപ്പെൻസ്. അപ്പൊ ആ ഒരുപാട് ഡൗട്ടുകൾ ഡിഫറൻസസ്. ക്ലിയർ ആക്കി തന്നു. ഇനി ഹാജിറിന്റെ അടുത്ത് ഒരു റിക്വസ്റ്റും കൂടെ ഞാൻ നമ്മുടെ പിന്നെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് പറയാണ്. എനിക്കറിയാം ഹാജിറ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്, കാരണം ജോബ് കിട്ടിയപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ബ്രിട്ടീഷ് അമേരിക്കൻ ഒക്കെ ഷെയർ ചെയ്ത് തന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഹാജിറ എപ്പോഴെങ്കിലും ഫ്രീ ആവുന്ന സമയത്ത് അവർ ഇതിന്റെ താഴെ എനിക്ക് മെമ്പേഴ്സിനോട് പറയുന്ന ഡൗട്ടൊക്കെ താഴെ ചോദിക്കാം. അപ്പൊ അങ്ങനെ ഹാജിറ എപ്പോഴെങ്കിലും ഫ്രീ ആവുമ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ താഴെയുള്ള കമന്റ്സ് ഉണ്ടാവുമല്ലോ, ആ ആ എന്തെങ്കിലും അതായത് ഇത് നമ്മൾ ഇതിൽ പറയാത്ത ഡൗട്ട് ഉണ്ടെങ്കിൽ, പറഞ്ഞ ഡൗട്ട് ആണെങ്കിൽ ഇഗ്നോർ ഇറ്റ്, കാരണം വീഡിയോയിലെല്ലാം കൊടുത്തിട്ടുണ്ട്. പറയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹാജിറക്ക് അറിയുന്നതാണെങ്കിൽ റിപ്ലൈ കൊടുക്കണം കേട്ടോ. ആ ഓക്കെ മാം. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാ വ്യൂവേഴ്സിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഷാർജയിലുള്ള എൻ്റെ അടുത്തുള്ള എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ തന്ന ക്വസ്റ്റ്യനും ഞാൻ ഹാജിറിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. വേഗം വിസിറ്റ് വിസ ഒക്കെ എടുത്തിട്ട് നിങ്ങൾ 4-5 ഒക്കെ ഫ്രണ്ട്സ് ഇല്ലേ, ഒന്നിച്ച് പൊയ്ക്കോ. അപ്പൊ എന്താ പറയുക, ലിവിങ് കോസ്റ്റ് ഒക്കെ കുറച്ച് കുറക്കാം നമുക്ക്. എന്നിട്ട് നിങ്ങൾ ജോബ് നോക്കുക. ഹാജിറ, അവിടെ വേക്കൻസി വരുന്നത് ഏറ്റവും കൂടുതൽ ഏത് സമയത്താ? ഇവിടെ ഇപ്പോഴും വേക്കൻസി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഞാൻ ഇന്ത്യനിലാണെങ്കിലും അതെ ബ്രിട്ടീഷ് അമേരിക്കനിലൊക്കെ എപ്പോഴും വേക്കൻസി കൂടുതലായിട്ട്. ഇപ്പൊ നമ്മള് ഇന്ത്യൻ സ്കൂളുകളിൽ വേക്കൻസി വരുന്നത് ഏപ്രിൽ, ആ, പിന്നെ അതുപോലെ ആ ഒരു മെയ് ജൂൺ ആ ജൂലൈ സമയത്ത്. ജൂലൈ കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് ആ ഒരു ടൈമില്. ആ, പിന്നെ അമേരിക്കൻ ബ്രിട്ടീഷിന്റെ ഓപ്പണിംഗ് വരുന്നത് ഈ പറഞ്ഞ പോലെ ഓഗസ്റ്റിലാണ്. അപ്പൊ ആ ടൈമിൽ ഓഗസ്റ്റിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് ആ സമയത്താണ്. പക്ഷെ ഇപ്പയും ഉണ്ട്, അപ്പൊ അതെല്ലായിടത്തും ആ അങ്ങനെ തന്നെ. ഇപ്പയും വേക്കൻസികൾ വരുന്നുണ്ട്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പക്ഷെ ഏറ്റവും കൂടുതൽ ആഫ്റ്റർ സമ്മർ ഓഗസ്റ്റ് വെക്കേഷൻ, ഓഗസ്റ്റിൽ. ഓഗസ്റ്റ് ആ ഒരു ടൈമിലാണ് കൂടുതൽ, ഓഗസ്റ്റ് സെപ്റ്റംബർ. അപ്പൊ അവരൊരു ജൂൺ ജൂലൈയിൽ അങ്ങ് വന്നാൽ ഓഗസ്റ്റിൽ അവർക്ക് നേരിട്ട് CV കൊണ്ടു കൊടുക്കാം അല്ലെ. ഇൻഷാല്ലാ. അപ്പൊ ശരി, ഇനി വീഡിയോ ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം.